പത്തരമാറ്റിൻ്റെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ എൻ ജ്വല്ലറിയും മൂർത്തിസ് ജ്വല്ലറിയും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. ആ ഡീല് ആർക്ക് കിട്ടും എന്നുള്ള ആ ഒരു ആകാംക്ഷയിലാണ് അവർ നിൽക്കുന്നത്. അങ്ങനെ നമ്മുടെ ഡേവിഡിനെയും അതുപോലെ തന്നെ അഭിയെയും ഞെട്ടിച്ചുകൊണ്ട് അവർ ആ സത്യം തുറന്ന് പറയുകയാണ്. മൂർത്തിസ് ജ്വല്ലറിക്കാണ് ഈ ഡീല് കിട്ടിയിരിക്കുന്നതെന്നും മൂർത്തിസ് ജ്വല്ലറിയുടെ ഡിസൈനാണ് ഏറ്റവും മികച്ചത് എന്നും അവരിതുവരെ ഇങ്ങനെ ഒരു ഡിസൈൻ കണ്ടിട്ടില്ല എന്നുള്ളതും അവരോട് തുറന്ന് പറയുന്ന സമയത്ത് ആകെ ഞെട്ടിത്തരിച്ച് ഷോക്കായിട്ട് നിൽക്കുകയാണ് ഡേവിഡും അബിയും. അങ്ങനെ പിന്നീട് അവരെ ഡീൽ ഉറപ്പിച്ചതിനൊക്കെ ശേഷം പുറത്തിറങ്ങുന്നുണ്ട്. ആ ഒരു സമയത്ത് അഭി മാസമായിട്ട് വന്നിട്ട് ഡേവിഡിനോട് പറയുന്നുണ്ട്, ഇത്രയും കാലം നിങ്ങളുടെ ചതികളും ഒക്കെ അനുഭവിച്ചിട്ട് തല താഴ്ത്തി നിൽക്കുകയായിരുന്നു. ഇനി ഞങ്ങളുടെ കാലമാണ്. കുറേ കാലം നിങ്ങൾ അഹങ്കരിച്ചില്ലേ, നിങ്ങൾ എന്ന് തുടങ്ങിയതാണെന്നുള്ളത് അറിയോ. അതിനെക്കൊണ്ട് ഇനി അങ്ങോട്ട് ഞങ്ങളുടെ വിജയം നിങ്ങൾക്ക് കാണാം. ഏതായാലും പുതിയ MD കാലെടുത്ത് വെച്ചതല്ലേ ഉള്ളൂ, അതിൻ്റെ ആ ഒരു ഐശ്വര്യമാണ് നിങ്ങളിപ്പോൾ കണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് അഭിയേയും കളിയാക്കിയിട്ട് അനി അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് ഡേവിഡ് പറയുന്നുണ്ട്, മോനതൊന്നും എന്തായാലും സാർ ഇതൊന്നും കാര്യമാക്കണ്ട, ശത്രുക്കൾ പലതും പറയും. പിന്നെ ഏറ്റവും താഴ്ന്ന നിലയിൽ നിന്നാണല്ലോ മൂർത്തിസ് ജ്വല്ലറിയെ തോൽപ്പിച്ചിട്ട് നമ്മൾ ഈ ഒരു അവസ്ഥയിലെത്തിയത്. അതിനെക്കൊണ്ട് ഇതൊന്നും വലിയ പ്രശ്നമല്ല. പക്ഷേ ഏറ്റവും പ്രതീക്ഷയിൽ നിന്നിരുന്നത് അവിടുത്തെ സാറാണ്. സാർ ഇനി എന്താ പറയുക എന്നുള്ളത് എനിക്കറിയത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അഭി ചോദിക്കുന്നുണ്ട്, അല്ല ഈ സാർ ഇതുവരെ നമ്മളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ലല്ലോ, അതാരാണ് എന്നൊക്കെ വെറുതെ ഡേവിഡിനിട്ട് ആക്കാൻ വേണ്ടി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അത് സമയമാകുമ്പോൾ പ്രത്യക്ഷപ്പെട്ടോളും എന്നുള്ള രീതിയിൽ പറയുകയാണ്. അങ്ങനെ പിന്നീട് നേരെ ഇവർ നാഗേന്ദ്രൻ്റെ അടുത്തോട്ടാണ് പോകുന്നത്. പക്ഷെ കൂടെ ഡേവിഡ് ഉണ്ടായിരുന്നില്ല. അഭി നേരിട്ടാണ് കാണാൻ പോയത്. അപ്പോൾ ആ സമയത്ത് അച്ഛനോട് ഇങ്ങനെ മാപ്പ് ചോദിക്കുന്നുണ്ട്, ഞാൻ മാക്സിമം ട്രൈ ചെയ്തതാണ്, പക്ഷേ ആ ഡിസൈനുമേലാണ് അവർ കയറി പിടിച്ചത്. നമ്മളെക്കാളും മികച്ച ഡിസൈനാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്, അത് അവർക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ്. പിന്നെ മോഡലിങ്ങിനെ കുറിച്ചും ഒക്കെ മൊത്തത്തിൽ അന്വേഷിച്ചിട്ടാണ് അവർക്ക് ആ ഡീല് കൊടുത്തത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നാഗേന്ദ്രൻ പറയുന്നുണ്ട്, എനിക്കതിലൊന്നും സങ്കടമില്ല, പക്ഷേ എൻ്റെ മകൻ ആദ്യമായിട്ട് പങ്കെടുത്ത ഒരു ഡീലായിരുന്നു, അതാണിപ്പോൾ തോറ്റുപോയത്. നിനക്കൊരുപാട് സങ്കടമായല്ലേ. ഏതായാലും നീ സങ്കടപ്പെടേണ്ട, ഇതിനേക്കാളും വലിയ പ്രതിസന്ധിയിൽ നിന്നല്ലേ നമ്മൾ ഇപ്പോൾ മൂർത്തിസ് ജ്വല്ലറിയെ തോൽപ്പിച്ചുകൊണ്ട് ഇവിടെ എത്തിയത്. അതുകൊണ്ട് ഇനിയും നമ്മളെ കൊണ്ട് സാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നമുക്ക് നടത്തിക്കൊണ്ടിരിക്കണം. ഏതായാലും ഇപ്പോൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ടല്ലേ അവർ വെച്ചിട്ടുള്ളൂ. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ എറിയുന്നതിന് ഒരു മുഴം മുമ്പേ അവരെറിയാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ജാഗ്രതയോടെ നമ്മൾ മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ അവർ ഉയർന്നു വരും, അത് നമ്മൾ അനുവദിച്ച് കൊടുക്കാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടപ്പോൾ അഭി പറയുന്നുണ്ട്, അത് ശരിയാണ്, ഇനി എന്തായാലും ജാഗ്രതയോടെ നമുക്ക് മുന്നോട്ട് പോകാം, ഞാൻ അതിൽ മാത്രമായിരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പിന്നെ വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഓഫീസിൽ നമ്മൾ രഹസ്യമായിട്ട് നടത്തി വരുന്ന ആലോചനകൾ അവരെ അറിയുന്നുണ്ട്. അത് എനിക്ക് മനസ്സിലാവുന്നില്ല അവരെങ്ങനെയാണ് അറിഞ്ഞത് എന്നുള്ളത്. ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗം അല്ല എന്നാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ട് ഇവിടെ നിന്ന് എത്തിച്ചു കൊടുക്കാൻ, ചോർത്തി കൊടുക്കാൻ ആരോ കളിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ നബി പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് നാഗേന്ദ്രൻ എന്തായാലും നമ്മുടെ ഓഫീസിലുള്ളവരെയും ഒക്കെ വളരെയധികം ശ്രദ്ധിക്കണം. ഇനി ആരുടെ മുമ്പിലും അനന്തപുരിക്കാരെ തോൽപ്പിക്കാനുള്ള ചർച്ചകളൊന്നും ചർച്ച ചെയ്യേണ്ട, നമുക്ക് 3 പേർക്കും കൂടെ ചർച്ച ചെയ്താൽ മതി. വേറെ ആരും ഇതിൽ ഇടപെടേണ്ട കാര്യമില്ലല്ലോ, നമ്മൾ മാത്രം അറിഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യമാണല്ലോ എന്നൊക്കെ ഇങ്ങനെ അഭിയോട് പറയുകയാണ് നാഗേന്ദ്രൻ.